ഹായ് ഫ്രണ്ട്സ്, ആലിയാസ് ലിറ്റിൽ ജോയ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ ക്രിസ്പി ആയിട്ടുള്ള ബ്രെഡ് കോൺ സമോസയാണ്. സമോസയുടെ ഷീറ്റ് നമ്മുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ തന്നെയും നമുക്ക് എളുപ്പത്തിൽ ബ്രെഡ് കൊണ്ട് അതിനേക്കാളും ക്രിസ്പി ആയിട്ടുള്ളൊരു സമോസ തയ്യാറാക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ സമോസയുടെ ഷീറ്റ് പരത്തുകയും അങ്ങനെയൊന്നും വേണ്ട. നമ്മുടെ കയ്യിൽ ബ്രെഡ് ഉണ്ടെങ്കിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ നമ്മളിത് ബ്രെഡിൽ ചെയ്തെടുക്കുമ്പോൾ ബ്രെഡ് ഇങ്ങനെ പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടും പിന്നെ ബ്രെഡിൽ എണ്ണ കുടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും കുറച്ച് ടിപ്സൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. അപ്പോൾ നമുക്കിതിൻ്റെ റെസിപ്പിയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാനിതിന് വേണ്ടിയിട്ട് 250 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലൊക്കെ മാറ്റിയിട്ടുള്ള ചിക്കനാണിത്. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് ഉപ്പും പിന്നെ കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നമ്മളിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഈ പൊടികളൊക്കെ ചേർത്തൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിത് കുക്കറിൽ ഒരു വിസിലാവുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ മിക്സിയിലിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് സമോസ ഫില്ലിങ്സ് റെഡിയാക്കാം. ഇതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ ഞാൻ 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഓയിൽ നന്നായിട്ട് ചൂടായതിനു ശേഷം നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ചിക്കൻ പീസസ് ഒക്കെ നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഫ്രൈ ചെയ്യാതെയും നമുക്ക് ഡയറക്റ്റ് സമോസയിൽ ചേർക്കാവുന്നതാണ്. ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതൊരു 2 മിനിറ്റ് നേരത്തേക്ക് മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിതിന് വേണ്ടിയിട്ട് ചിക്കൻ മസാല 1.5 ടേബിൾ സ്പൂൺ ചേർക്കുകയാണ്. പിന്നെ ഇതിലേക്ക് 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചിക്കൻ മസാല ഇല്ലാന്നുണ്ടെങ്കിൽ മല്ലിപ്പൊടിയും പെരിഞ്ചീരപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ മസാലപ്പൊടിയുടെയൊക്കെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിന് ശേഷം നമ്മളൊരു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് 1 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇതൊക്കെ നന്നായിട്ടൊന്ന് ഡ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിൽ നിന്ന് കോരി മാറ്റാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സ്റ്റെപ്പ് ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്താൽ മതി, അല്ലെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി അതേ പാനിൽ തന്നെ നമുക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് വെജിറ്റബിൾസൊക്കെ ഇതിലേക്ക് ചേർത്ത് വഴറ്റാനുണ്ട്. അതിന് വേണ്ടിയിട്ട് 2 സവോള ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കുകയാണ്. ഇനി സവോള ചേർത്തതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് 1 ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞതാണ്. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ 2 ബീൻസ് പൊടിയായിട്ട് അരിഞ്ഞതുമാണ്. അപ്പോൾ ഈ ചേർക്കുന്ന വെജിറ്റബിൾസിൻ്റെയൊക്കെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അതുപോലെ ചിക്കൻ്റെ അളവും വെജിറ്റബിൾസിൻ്റെയൊക്കെ അളവ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂടുതലോ കുറവൊക്കെ ആവാം. ഇനി ഇത് വെജിറ്റബിൾസൊക്കെ ഒന്ന് സോഫ്റ്റ് ആവുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 ഉരുളക്കിഴങ്ങ് ഉപ്പ് ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഇനി ഇതും കൂടി ഈ വെജിറ്റബിൾ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ആണ്. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആവട്ടെ. അതിനുശേഷം നമുക്കത് 2 മിനിറ്റ് നേരത്തേക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് മല്ലിയിലയും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡ് ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട്. ആ സമയം കൊണ്ട് ഇതൊന്ന് തണുക്കാനായിട്ട് വെക്കുക. ഇനി ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു 14-15 ബ്രെഡ് സ്ലൈസസ് ആണ് എടുത്തിട്ടുള്ളത്. ഇനി ബ്രെഡിൻ്റെ 4 സൈഡും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ആ ബ്രൗൺ പാർട്ടൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം.
ഇനി നമുക്ക് ഈ ബ്രെഡ് ഒന്ന് പരത്തി കൊടുക്കണം. അപ്പോൾ നമ്മുടെ ബ്രെഡ് ഡ്രൈ ആയിട്ടിരിക്കുമ്പോൾ നമ്മളിങ്ങനെ പരത്തി കൊടുക്കുകയാണെങ്കിൽ അതിങ്ങനെ പൊടിഞ്ഞു പോവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സീക്രട്ട് ആയിട്ടുള്ള ഒരു ടിപ്പുണ്ട്. നമ്മളിതൊന്ന് ചെറുതായിട്ട് ആവി കയറ്റി കൊടുക്കണം. അപ്പോൾ ആവി കയറ്റി കൊടുക്കുമ്പോൾ ഇത് കുറച്ചൊന്ന് സോഫ്റ്റ് ആവും. അപ്പോൾ നമ്മളിങ്ങനെ പരത്തി കൊടുക്കാനായിട്ട് എളുപ്പമുണ്ടാവും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് റോൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ സ്റ്റീം ചെയ്യാതെ ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇത് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളൊന്ന് സോഫ്റ്റ് ആക്കിയതിന് ശേഷം ഇങ്ങനെ പരത്തുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് പരന്ന് കിട്ടും. ഇത് പൊട്ടിപ്പോവുകയുമില്ല. ഇനി നമുക്ക് 3 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് നന്നായിട്ടൊരു സ്മൂത്ത് പേസ്റ്റ് ഉണ്ടാക്കണം. അപ്പോൾ ഈ ബ്രെഡിൽ ഇങ്ങനെ സൈഡിൽ ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പേസ്റ്റ് ഉണ്ടാക്കുന്നത്. ഇനി നമ്മുടെ ബ്രെഡൊക്കെ ഇങ്ങനെ ഒരു കോൺ ഷേപ്പിലാക്കി എടുക്കുക. നമ്മളിങ്ങനെ ബ്രെഡ് കോൺ സമോസയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ സൈഡിലൊക്കെ ഈ മൈദ പേസ്റ്റ് വെച്ച് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഇനി ഇതുപോലെ കോൺ ഷേപ്പിൽ ഈ ബ്രെഡിനെ ഇങ്ങനെ ആക്കിയെടുക്കാം. അപ്പോൾ 2 സൈഡിലും നമ്മളിങ്ങനെ മൈദ പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. എങ്കിലേ നമ്മുടെ ബ്രെഡ് സമോസ ഇങ്ങനെ പൊട്ടാതെ കിട്ടുകയുള്ളൂ. ഇനി ഇത് കോൺ ഷേപ്പ് ആക്കിയിട്ട് നന്നായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഫില്ലിങ്സ് ചേർക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ ഫില്ലിങ്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഫില്ലിങ്സ് ചേർത്തതിന് ശേഷം നമുക്ക് ഈ പുറത്തെ കോണൊന്ന് ക്ലോസ് ചെയ്യണം. അപ്പോൾ അവിടെയും നമ്മൾ അതിന് വേണ്ടിയിട്ട് ഈ മൈദ പേസ്റ്റ് ചേർത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിൻ്റെ സൈഡിലും കൂടി മൈദ പേസ്റ്റ് ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് ക്ലോസ് ചെയ്യാം. എന്നിട്ട് നമ്മളിത് സമോസയുടെ ഷേപ്പിൽ ഇതെങ്ങനെ സീൽ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെയൊക്കെ മൈദ പേസ്റ്റ് ചേർത്തൊന്ന് സീൽ ചെയ്ത് കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ സൈഡൊക്കെ നന്നായിട്ടൊന്ന് ഒട്ടിക്കണം. അപ്പോൾ നമ്മുടെ ബ്രെഡ് കോൺ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ സൈഡിൽ ഒന്നും തന്നെ പൊട്ടാൻ പാടില്ല. എല്ലാ സൈഡിലും മൈദ പേസ്റ്റ് വെച്ച് ഇത് നന്നായിട്ട് സീൽ ചെയ്യുക. അപ്പോൾ ഇനി ബാക്കിയുള്ള കോൺസും കൂടി ഇതുപോലെ റെഡിയാക്കി എടുക്കണം. അപ്പം നമ്മൾ എല്ലാ ബ്രെഡും ഇങ്ങനെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഫ്രൈ ചെയ്യുന്നതിന് ഒരു 30 മിനിറ്റ് മുമ്പ് നമ്മളിത് ഫ്രീസറിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് പൊട്ടിപ്പോവാതെ നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഫ്രീസറിൽ വെക്കുമ്പോൾ ഒന്ന് കട്ടിയാവുന്നതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പത്തിന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഒരു ഫ്രൈങ് പാനിൽ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഫ്രീസറിൽ നേരത്തെ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഹാർഡായിട്ടാണുള്ളത്. ഇനി നമുക്കിത് 3-4 എണ്ണമായിട്ട് എണ്ണയിൽ ചേർത്ത് കൊടുക്കാം. അതുപോലെ നമ്മൾ എപ്പോഴും നല്ല ഹൈ ഫ്ലെയിമിലിട്ട് എണ്ണ നന്നായിട്ട് തിളച്ചതിന് ശേഷം വേണം ഈ ബ്രെഡ് കോൺസൊക്കെ അതിൽ ചേർത്ത് കൊടുക്കാനായിട്ട്. ഇത് എണ്ണയിലിട്ട് കുറച്ചാകുമ്പോഴേക്കും ഒരു 30 സെക്കൻഡൊക്കെ ആകുമ്പോഴേക്കും നമ്മളിത് മീഡിയം ഫ്ലെയിമിലാക്കി വെക്കുക. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇപ്പം തന്നെ ആ കളറൊക്കെ നന്നായിട്ട് ബ്രൗൺ ആവുന്നുണ്ട്. അപ്പോൾ ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ച് നമ്മൾ എണ്ണയിലിട്ടതിന് ശേഷം നമ്മൾ മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വേണം ഇങ്ങനത്തെ ഫ്രൈസൊക്കെ വറുത്തെടുക്കാനായിട്ട്. അതുപോലെ നമ്മളിങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഈ സമോസയിൽ ഒട്ടും തന്നെ എണ്ണ കുടിക്കത്തില്ല. അതുപോലെ ഈ സമോസ തയ്യാറാക്കാൻ അധികം സമയമൊന്നും വേണ്ട. നമുക്കിത് പെട്ടെന്ന് തന്നെ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഇതാ ഇപ്പോൾ നന്നായിട്ട് ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതാ കണ്ടോ, നല്ല ക്രിസ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. എണ്ണ ഒട്ടും തന്നെ കുടിച്ചിട്ടില്ല. അതുപോലെ നമ്മൾ എണ്ണയിൽ നിന്ന് എടുക്കുന്ന സമയത്തും കുറച്ചൊന്ന് ഹൈ ഫ്ലെയിമിലാക്കിയിട്ട് വെക്കണം. ഇനി ഇതുപോലെ ബാക്കിയുള്ള സമോസയും കൂടെ നമുക്ക് എണ്ണയിലിട്ട് വറുത്തെടുക്കാം. അതുപോലെ നമുക്ക് ഈ ബ്രെഡ് കോൺസ് മുട്ടയുടെ വെള്ളയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്തിട്ടും ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിനേക്കാളും എളുപ്പമായിട്ടുള്ളത് ഇതാണ്. അതുപോലെ തന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും.
നമ്മുടെ സമോസ ഷീറ്റിലൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. എണ്ണ ഒട്ടും തന്നെ കുടിക്കാത്തൊരു ടൈപ്പ് ഓഫ് സമോസയാണിത്. അപ്പോൾ ഇനി ഇതെല്ലാം എണ്ണയിൽ നിന്ന് ഇങ്ങനെ കോരി മാറ്റാം. അപ്പോൾ നമ്മുടെ ബ്രെഡ് കോൺ സമോസ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു നോമ്പുതറ പലഹാരമാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത് കണ്ടോ, നല്ല ക്രിസ്പി ആയിട്ടാണ് ഉള്ളത് ഇത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിൻ്റെ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ ആലിയാസ് ലിറ്റിൽ ജോയ്സ് എന്നുള്ള ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടി നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് അപ്പം തന്നെ കിട്ടും. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി റമദാൻ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ബ്ലെസ്ഡ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.